ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കുറേ നാളത്തിന് ശേഷം ഞാൻ വിചാരിച്ചൊരു ലോങ് വീഡിയോ ഇടാം. അങ്ങോട്ടാ പോകണല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ടുള്ള ഖത്താറ അഗ്രികൾച്ചർ വില്ലേജിൽ നടന്നിട്ടുണ്ടായിരുന്നു ഫ്ലവർ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാട്ടോ. അതിനോ സംഭവം ഫെബ്രുവരിയിൽ നടന്നതാണ്, പക്ഷെ ഇതിനെക്കുറിച്ച് ടോട്ടലി ഞാൻ മറന്നുപോയി. എന്തായാലും ഇന്ന് തന്നെ ഇടാം. അപ്പം ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഖത്താറയിലാണ്. ഇത് നോമ്പിന് മുമ്പ് പോയൊരു വീഡിയോ കേട്ടോ. അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് ഖത്താറയ്ക്ക് കുറച്ചധികം ദൂരമൊക്കെ ഉണ്ട്, അൽക്കോർന്നല്ലേ. എന്നാലും എന്താ ഫ്ലവേഴ്സ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് പോകാല്ലേ. അങ്ങനെ ഫൈനലി നമ്മൾ ഖത്താറയിലെത്തിയ കുറേ ബിൽഡിങ്സ്, അടിപൊളി ബിൽഡിങ്സ് ഒക്കെ കാണാൻ കഴിയുമല്ലോ. ആൻഡ് ദിസ് ഇസ് മൈ ഫേവറേറ്റ് ബിൽഡിംഗ്. അങ്ങനെ പോയി നമ്മളുടെ ഗിഫ്റ്റ് ബോക്സിന് മുമ്പിൽ എത്തി കേട്ടോ. പിന്നെ നമ്മൾ ഈ ഹോസിനും കണ്ടിട്ട് ഇങ്ങനെ പോവാണ്. ഇതിൻ്റെ പാർക്കിംഗ് വരുന്ന ഇവിടെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുമ്പ് പോയതാണ്, അതുകൊണ്ട് ഇതിപ്പോൾ ഉണ്ട് വിചാരിച്ചാലും പോകേണ്ട, അതൊക്കെ എപ്പോഴും കഴിഞ്ഞത്. പിന്നെ നമ്മൾ എന്ത് വീഡിയോ എടുത്താലും കുറേ കഞ്ഞാളാണല്ലോ എടുത്തിട്ട്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. ഇതാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് നടക്കുമ്പോൾ തന്നെ കയറുമ്പോൾ തന്നെ നമുക്ക് കുറേ ഫുഡ് സ്റ്റാൾസ് ഒക്കെ കാണാൻ കഴിയും കേട്ടോ. പിന്നീട് നമ്മളുടെ മെയിൻ കുറേ ഫ്ലവേഴ്സൊക്കെ കാണാൻ കഴിയും നമുക്ക്. കണ്ടോ, എൻട്രി ചെയ്യുമ്പോഴുള്ള വ്യൂ ഇതാണ്. There are many types and varieties of flowers there. അവിടെ പിന്നെ ഒരു ബ്രാൻഡിനനുസരിച്ചാണ്. ബ്രാൻഡ് മീൻസ് ഒരു ഷോപ്പിനനുസരിച്ച്. ലൈക്ക് ഇപ്പോൾ എഗ്ഗിൻ്റെ ഷോപ്പാണെങ്കിൽ അതിൽ മുഴുവൻ എഗ്ഗ് ഉണ്ടാവും. ഈ വലിയ എഗ്ഗ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. എഗ്ഗ് മാത്രമല്ല, ചീസ് ഉണ്ട്, മിൽക്ക് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ മെയിൻ സംഭവം ഈ ഒരു ബാസ്ക്കറ്റിൽ നിന്ന് ടൊമാറ്റോ വീഴുന്നു. ടൊമാറ്റോ മാത്രമല്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് വീഴുന്നുണ്ട്. പിന്നെ സംഭവം ഈ വെജിറ്റബിൾസ് ഒക്കെ ഒറിജിനലാണ് കേട്ടോ. എന്നാലും ഇപ്പം ഇങ്ങനെ നിൽക്കുന്നു. ഞാനും ഇത് എങ്ങനെ വെക്കുന്നതൊക്കെ നോക്കി. ഇത് ചെയ്യുന്നത് അഗ്രിക്കോ തന്നെയാണ് എന്നാണെന്ന് തോന്നുന്നത്, എനിക്കൊന്നും അറിയില്ലേ. പക്ഷെ ഇവിടെ പോയാൽ എഗ്രിക്കോ അങ്ങനെയാണ്. അപ്പം എനിക്ക് തോന്നി അതിന് ഇവിടെ ആർക്കും വന്നാലും ബോറടിക്കില്ല. എന്ന് വെച്ചാൽ കുട്ടികൾക്കും അഡൽസിനൊക്കെ കളിക്കാൻ പറ്റിയ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കുറച്ചും കൂടി നമുക്ക് സൂ കാണാൻ കഴിയും. സൂ കാണുന്നതിന് മുമ്പും അവർ കുറച്ച് ബേർഡ്സിനൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഐ ഓൾസോ സോ ഫ്ലമിംഗോ. പിന്നെ ഫ്ലെമിംഗോൻ്റെ സൈഡിലായിട്ട് നമ്മുടെ പീക്കോക്ക് വന്നിരുന്നു, പക്ഷെ പീക്കോക്കിനൊന്നും ആർക്കും വേണ്ട കേട്ടോ, ഫ്ലെമിംഗോ ഉണ്ടായിട്ടേ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള സൂവിലേക്ക് കയറി. ആൻഡ് സൂവിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കണ്ടറിയോ, അറേബ്യൻ വുൾഫ്, പിന്നെ ഇതൊക്കെ കണ്ടു. അറേബ്യൻ വുൾഫ് മാത്രമല്ല കേട്ടോ, കുറേ ബേർഡ്സും ഈവൻ സ്നേക്ക് വരെ നമ്മൾ കണ്ടു. ആൻഡ് അതിൻ്റെ ഫൺ പാർട്ട് എന്താ വെച്ചാൽ നമ്മളൊരു ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗും കണ്ടു. പിന്നെ നമ്മൾ ഈ ഒരു ബേർഡ് കണ്ടു, അതിൻ്റെ ബീക്കൊക്കെ നോക്ക്, സോ കളർഫുൾ. അപ്പോൾ ഇന്ന് ഈ ഒരു ബേർഡിനെ കണ്ടു. പിന്നെ ഈ ഒരു മങ്കിയോ എന്തൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ. എക്സ്പെഷ്യലി സ്നേക്കിനെ നമ്മൾ കുറേ കണ്ടു. അവിടെ ഒരു സ്നേക്കുണ്ട്, ഇവിടെ ഒരു സ്നേക്കുണ്ട് സംഭവത്തിൽ. പിന്നെ ഈ ഒരു ഏരിയ ഉണ്ട്, ഇതെനിക്ക് തോന്നുന്നു കിഡ്സിന് കളിക്കാനാണെന്നാണ് തോന്നുന്നത്, ബട്ട് ഐ ഡോണ്ട് നോ. എന്ന് വെച്ചാൽ അതിൽ കിഡ്സ് ഒന്നും ഇല്ലേനും. പിന്നെ ചീറ്റനെ കണ്ടു, ദിസ് ഇസ് അവർ ചീറ്റ. അങ്ങനെ കുറേ ബേർഡ്സും ആനിമൽസും എല്ലാത്തും കണ്ടു. ഇപ്പോൾ ഈ തൊട്ടുകൊണ്ടിരിക്കുന്ന റിയൽ എഗ്ഗാണ് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനി കുട്ടികൾക്ക് എല്ലാവർക്കൊക്കെ കളിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. അറ്റ് ഫസ്റ്റ് കുട്ടികൾക്ക് കളറിംഗ് ഒക്കെ ഉണ്ട്, നോട്ട് ഓൺലി ദാറ്റ് ബട്ട് ഓൾസോ ഫേസ് പെയിൻറ്റിങ്. പിന്നെ സയൻറ്റിസ്റ്റ് ഏരിയ പറഞ്ഞൊരു സ്പ്രേസ് കണ്ടപ്പോൾ പിന്നെ സയൻറ്റിസ്റ്റ് ആവാൻ വിചാരിച്ചു. ഞാനും മിന്നും മിയോ ന്യൂസോ ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു. ട്വിസ്റ്റ് എന്താ, നമ്മുടെ പെരുക്കുന്നവരൊക്കെ ചെറിയ കുട്ടികളെ പേറ്റ് വലുത് ഞാനും മിന്നോ. ഒരു 7 to 8 അത്രയ്ക്ക് ഏജ് ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ നമുക്കൊരു കുഴപ്പമില്ല, നമ്മളും കുട്ടികളല്ലേ. പിന്നീട് നമുക്കൊരു പേപ്പർ തന്നിട്ട് നമ്മൾ ഏത്തിന് എന്തൊക്കെ ചെയ്യണം സേവ് ചെയ്യാൻ ചോദിച്ചു. സിമ്പിൾ, ഞാനും മിന്നോട്ട് പെട്ടെന്നാണ് പറഞ്ഞു കൊടുത്തു. പിന്നീട് നമ്മുടെ കൈക്കൊരു ഗ്ലൗസും കൂടി തന്നു. പിന്നീട് നമ്മളോട് ഈ ഗ്ലൗസ് ഇടാൻ പറഞ്ഞു. അപ്പം തന്നെ മനസ്സിലായി ഇത് പെയിൻറ് വെച്ചിട്ട് എന്തോ കളിയാണെന്ന്. അപ്പം ഉണ്ട് 2 പ്ലേറ്റിൽ നമുക്ക് ഗ്രീനും ബ്ലൂവും പെയിൻറ്റും കൊണ്ടുവന്നിരുന്നത്. പിന്നെ ഇത് മസ്റാത്തി പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു സയൻറ്റിസ്റ്റ് സ്കീമാണ്. ഞങ്ങളിതിൽ ഇറങ്ങാൻ കാരണം വെച്ചാൽ ഞങ്ങൾ കുറച്ച് കുട്ടികൾ ഇതിൽ ജ്യൂസൊക്കെ മിക്സ് ചെയ്ത് കളർ തിയറി ചെയ്യണുണ്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും തോന്നി, അപ്പം ഞങ്ങൾ ഇറങ്ങിയതാണ്. ബട്ട് നമുക്ക് ഈ പെയിൻറ്റാണ് കിട്ടിയത്. സംഭവം ഞങ്ങൾക്ക് മനസ്സിലായില്ല. പെയിൻറ്റ് എടുക്കുക, കൈ എടുക്കുക, അങ്ങനെ റെഡിപ്പ് ചെയ്തിട്ട് പേപ്പറിലാണ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. നല്ല ഭംഗിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അത് കഴിഞ്ഞു. അടുത്തതാണ് വേറൊരു സാധനം. ഇതാണ് മാജിക്. അല്ല, അതിനൊരു പേരൊക്കെ ഉണ്ട്. മാജിക് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് കാണിച്ചു തന്നു. എന്നിട്ട് നമുക്ക് ചെയ്യാൻ തന്നു. സംഭവം എന്താ വെച്ചാൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഇട്ടു, എന്നിട്ട് വേറൊരു ഗ്ലാസ്സിലേക്ക് അത് മാറ്റിയപ്പം സ്നോ ടെക്സ്ചറുള്ള എന്തോ പോലെ ആയിട്ടോ. അത് കണ്ടോ, അങ്ങനെ തന്നെ. എന്നിട്ട് നമ്മളോടൊക്കെ ടച്ച് ചെയ്യാൻ പറഞ്ഞു. സംഭവം ടച്ച് ചെയ്യുമ്പോൾ എന്തോ ഉണ്ടായിരുന്നു, ബട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത്. ദിസ് ഇസ് വാട്ട് വി കോൾ സൂപ്പർ അബ്സോർബൻ പോളിമർ. കുറച്ച് പണി വെട്ടണ പഠിച്ചിട്ട് സംഭവം നമ്മളുടെ ഡയപ്പറിൻ്റെ ഉള്ളിൽ ഉണ്ടാവണ ജെല്ലില്ല, അതാണിത്. അപ്പോഴെങ്കിൽ നെയ്മിന് ഓർമ്മ വന്നത്. അല്ല, അവൻ ഡയപ്പർ ഇടുമല്ലോ. ഇവർ ഈ പോളിമർ എന്താ വെച്ചാൽ ഈ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ ഗ്ലാസ്സിൽ തട്ടാനാണ് നമ്മളോട് പറയാം. എന്നിട്ട് ഞാൻ തട്ടിയപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത്. ഞാൻ കുറേ നിരയിൽ തൊട്ട് കളിച്ചു, അടിപൊളി. നല്ല സോഫ്റ്റ് സബ്സ്റ്റൻസ്, നമ്മുടെ കയ്യിലൊന്നും ഒട്ടി പിടിക്കാത്ത ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആയിരുന്നത്. ഞങ്ങളുടെ ബാക്കിൽ എന്നിട്ടാണ് മിയു ന്യൂസ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ നമുക്ക് കിട്ടിയില്ല. ആൻഡ് ഇതാണ് ഇൻഡു മിന്നുണ്ട് കേട്ടോ. ബട്ട് ഇത്ര നേരം ഭംഗിയുള്ള സംഭവം ഈ ഒരു കുഞ്ഞ് പെയിൻ്റ് കൊണ്ട് കൊള്ളാക്കി. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടാകുമ്പോൾ കൊള്ളാവൽ നിർബന്ധമാണല്ലോ.
എന്തായാലും നമുക്കിതൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ അവർ പറയണ മാതിരി തന്നെ ചെയ്തു. നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ അവർ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ട് തന്നെ അവസാനം പേസ്റ്റായി മാറി. എന്നിട്ട് പറഞ്ഞു ഇപ്പോഴല്ലേ കാണാൻ ഭംഗി. എന്തായാലും നേരെ അടിച്ചു. ഇവിടെ ഒരു ഡിസ്റ്റായിരുന്നു സംഭവം. ഇത് അവരുടെ സുവനീറ പറഞ്ഞിട്ട് നമുക്ക് തന്നതാണ്. പക്ഷെ അത് ഇറങ്ങലും വേസ്റ്റ് ബിന്നിൽ എത്തലും ഒരുമിച്ചായിപ്പോയി. എന്താ അല്ലേ, അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, ഞാൻ അടുത്ത നമുക്ക് പോകാം. പിന്നീട് നമ്മൾ ഇവിടേക്ക് കയറി. ബട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അവിടെ ഇങ്ങനെ വെജിറ്റബിൾസിൻ്റെ എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. പിന്നീട് നമ്മൾ ഈ പ്ലാന്റ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ ഇറങ്ങി. ഈ ഒരു ഫിഷ് അക്വാറിയത്തേക്ക് നമ്മൾ പോയി. അവിടെ കുറേ ഫിഷസ് ഒക്കെ ഉണ്ട്. ലൈക്ക് അവർ പ്രോൺ, ലോപ്പി, അങ്ങനെ കുറേ ഫിഷസ് ഒക്കെ ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഫിഷും കഴിക്കാത്ത ഫിഷും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ കൂടുതൽ നമ്മൾ കഴിക്കുന്ന ഫിഷസ് ആണ്. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് കയറി. ഇവിടെ വന്നപ്പോൾ ക്യാബേജ്, കുറേ ഗ്രീനിഷ് ആയ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗ്രീനിഷ് ആയ പ്ലാന്റ്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം തന്നെ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ എടുത്തു. കണ്ടു 2 ഇക്കാക്കന്മാരും കൈ പിടിച്ച് നടക്കുന്നത്. എല്ലാവരും വീഡിയോ എടുക്കുന്നത് മനസ്സിലായപ്പോൾ അവന് കുറേ പോസസൊക്കെ ഇട്ടതാണ്. പിന്നീട് അവർ ടയർഡായപ്പോൾ പോയി ചെയറിലൊക്കെ ഇരുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണേ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.